ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നമ്മളിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന വഴികളാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. കാരണം നമ്മൾ ഡ്യൂട്ടിക്ക് വരുന്ന വഴിയിലൂടെ അല്ല നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ വഴിയിലൂടെ നിങ്ങളെ കാണിച്ചു തരാമെന്ന്. പിന്നെ അതേ നേരെ ഫ്രണ്ടിൽ കണ്ടോ കുറേ ഇങ്ങനെ മണ്ണ് കൂട്ടിയിട്ടേക്കും മാതിരി കാണുന്നത്, അത് ആക്ച്വലി കുബൂസ്, ചീത്തായ കുബൂസാന്ന് തോന്നുന്നു കൊണ്ടിട്ടേക്കുന്നതാണ്. അതിവിടെ കിളികളും പിന്നെ ഈ പട്ടിയും പൂച്ചയൊക്കെ വന്ന് കഴിക്കുന്നതാണ്. പിന്നെ നമ്മൾ നടക്കുന്നത് കൂടുതലും ഇങ്ങനെ കുറുക്ക് വഴികളിലൂടെയാണ്. കാരണം നടന്നു പോകുന്നതുകൊണ്ട് നമ്മളെപ്പോഴും എളുപ്പവഴി പ്രിഫർ ചെയ്യുമല്ലോ. അങ്ങനെ ഏതെങ്കിലുമൊക്കെ വണ്ടിയുടെ ഉള്ളിൽ കൂടെയൊക്കെ ചാടിയാണ് നമ്മൾ പോകുന്നത്. ഇതുണ്ട്, ആക്ച്വലി അവിടെ വണ്ടിക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് തന്നെയാണ് വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. പക്ഷേ എങ്കിൽ ഇങ്ങനെ വണ്ടിക്കൊക്കെ നീളം കൂടുതലായതുകൊണ്ട് കൂടുതലും വണ്ടി ഇങ്ങനെ റോഡിലേക്ക് തള്ളി നിൽക്കും. പിന്നെ ഇതൊക്കെ എന്താ പറയുക, മെയിൻ റോഡല്ല, ഇങ്ങനെ പോക്കറ്റ് റോഡുകളായത് കാരണം ഇവിടെ വണ്ടി പാർക്ക് ചെയ്യണതിന് അങ്ങനെ പ്രത്യേകിച്ച് റൂൾസൊന്നുമില്ല. പോരാത്തതിന് സൈഡിൽ തന്നെ 2-3 മറ്റേ വർക്ക്ഷോപ്പുകളും ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അവരവരുടെ സൗകര്യത്തിന് വന്ന് പാർക്ക് ചെയ്യും. ബാക്കി വണ്ടി ഓടിച്ച് പോകുന്നവരും നമ്മൾ നടന്നു പോകുന്നവരൊക്കെ നമ്മുടെ സൗകര്യത്തിന് ഒതുങ്ങി പൊക്കോളണം എന്നാണ് ഇവിടുത്തെ റൂള്. പിന്നെ ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നൊരു വലിയ ബിൽഡിംഗ് കണ്ടോ, അത് ഇവിടുത്തെ ഒരു പ്രൈവറ്റ് സ്കൂളാണേ. ഇവിടുത്തെ അറബ്സും അല്ലാത്ത പിള്ളേരൊക്കെ സ്കൂളിൽ പഠിക്കാറുണ്ട്. ഇപ്പോൾ സ്കൂൾ അവധി ആയതുകൊണ്ടാണ് ഇപ്പോൾ ഈ സമയത്ത് പിള്ളേരില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഈ റോഡിലൂടെ ഒന്നും നമുക്കിപ്പോൾ നടക്കാനേ പറ്റത്തില്ല, അതിന് മാത്രം തിരക്കായിരിക്കും. പക്ഷേ എൻ്റെ ഫ്രണ്ടിലൂടെ പോകുന്നുണ്ട്, അത് രണ്ടും ഈ സ്കൂളിലെ ടീച്ചേഴ്സാണ്. അവർക്ക് സ്കൂൾ പിള്ളേരില്ലെങ്കിൽ കൂടി അവർക്ക് ഡ്യൂട്ടി ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ ഇച്ചിരി കൂടി അങ്ങ് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുബൂസ് ഷോപ്പ് കാണാവേ. അതായത് ആ കടയിൽ അവർ കുബൂസ് മാത്രമല്ല കേട്ടോ, കുബൂസും ബ്രെഡൊക്കെ അവർ അവിടെ തന്നെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കി തട്ടായിട്ട് അതിനകത്ത് വെച്ചേക്കുന്നത്, അവിടെ അപ്പം തന്നെ ഉണ്ടാക്കിയ കുബൂസുകളാണ് അത് അവരവിടെ നിന്ന് സെയിൽ ചെയ്യുന്നത്. പിന്നെ നമ്മളിനി ഈ വഴി കുറച്ച് റൈറ്റ് സൈഡിൽ കാണുന്നത് മീൻസ് ഇങ്ങനത്തെ ഫ്ലാറ്റുകളൊക്കെയാണ്. പക്ഷേ ലെഫ്റ്റ് സൈഡിൽ ഒരു അറബിക് സ്കൂളാണ്. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ഒരു ഇന്ത്യൻ സ്കൂൾ കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഈ വഴി നമ്മൾ നേരെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി അതുണ്ട്, അതൊരു അറബിക് സ്കൂളാണത് ആക്ച്വലി. പിന്നെ അങ്ങനെ നമ്മൾ കുറച്ചുകൂടി നേരെ പോയി കഴിഞ്ഞാൽ ഒരു അറബിക് റെസ്റ്റോറൻ്റ് ഉണ്ട് നമ്മുടെ ഫ്രണ്ടിലായിട്ട്. ആ കാണുന്നത് ആക്ച്വലി ഒരു അറബിക് റെസ്റ്റോറൻറ്റിൻ്റെ ബിൽഡിങ്ങാണ്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു റോഡ് കൂടി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ കാണുന്നത് ഒരു ഇവിടുത്തെ അറബ്സിൻ്റെ ഒരു ഓഫീസാണെന്ന് തോന്നുന്നു. ഓഫീസാണെന്ന് ആക്ച്വലി എനിക്കറിയത്തില്ല. നമ്മളിങ്ങനെ ഉള്ള ഓട് വഴി വണ്ടീൻ്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെ ചാടി ഒരു റോഡ് കൂടി ക്രോസ് ചെയ്തു. പക്ഷേ ഇതും ഒരു പോക്കറ്റ് റോഡ് മാതിരത്തെ റോഡാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു വലിയ മരം നിൽക്കുന്നുണ്ടോ, അതിൻ്റെ അപ്പുറത്തുള്ളതൊരു ഗ്യാസ് സ്റ്റേഷനാണ്. ഗ്യാസ് സ്റ്റേഷൻ മീൻസ് ഇവിടെ നമുക്കൊന്നും വീട്ടിൽ ഗ്യാസ് കൊണ്ടുതരുന്ന കണക്ക് അങ്ങനെ കമ്പനി വഴി ഗ്യാസ് കൊണ്ടുതരുന്ന പരിപാടിയൊന്നുമില്ല. നമ്മളൊന്നില്ലെങ്കിൽ ഇവിടെ അങ്ങനെ ഗ്യാസ് സ്റ്റേഷൻസ് ഉണ്ടാകും, അവിടെ പോയി ഗ്യാസ് എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടനിലക്കാർ വഴി അവരിങ്ങനെ ഗ്യാസ് വേണമെന്ന് ചോദിക്കുമോ, അല്ലെങ്കിൽ അവർ വഴിയൊക്കെയാണ് നമുക്ക് ഗ്യാസ് കിട്ടുക. ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിൽ കൂടെയാണ്. ഇതൊരു വലിയ പാർക്കിംഗ് ഗ്രൗണ്ടാണ്. ഒരുവിധം വണ്ടികളൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഈ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ആൾക്കാർ പാർക്ക് ചെയ്യും. കാരണം ഇവിടെ പാർക്കിങ്ങിന് സ്പേസ് ആക്ച്വലി കുറവാണെന്ന് തന്നെ വേണേൽ പറയാം. ഇനി ഈ പാർക്കിംഗ് ഗ്രൗണ്ട് ക്രോസ് ചെയ്ത് നമ്മൾ ചെന്ന് കയറുന്നത് കണ്ടോ, ഒരു പള്ളിയുടെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അതൊരു പള്ളിയാണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഈ ആംബുലൻസിൻ്റെയൊക്കെ ഓഫീസുമായിട്ടൊരു സംഭവമാണ്. കാരണം അവിടെ അതൊരു ആംബുലൻസ് സ്റ്റേഷനാണ്. ഇപ്പോൾ ഇത് ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആംബുലൻസ് എടുത്തിട്ട് പോകുന്നതാണ് കണ്ടോ, ഒരു ആംബുലൻസ് എടുത്തിട്ട് പോകുന്നതാണ്. ആരോ എമർജൻസി വിളിച്ചിട്ട് അവർ പോകുന്നതാണ് പേഷ്യൻറ്റിനെ കളക്ട് ചെയ്യാനായിട്ട്. പിന്നെ ഇത് ഒരു ആംബുലൻസ് സ്റ്റേഷനാണ് ആക്ച്വലി. പിന്നെ ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. ഇത് ആക്ച്വലി ബസ് സ്റ്റോപ്പൊന്നും അല്ല, ഇവിടെ ഒരു വലിയ മരവും തണലൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് കൈ കാണിച്ചാൽ ബസ് നിർത്തും എന്നുള്ളതുകൊണ്ടും നമ്മളിവിടെ നിൽക്കുന്നു. അപ്പോൾ ശരി, ബായ്.